ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അച്ചാൻസ് ഡെയിലി വ്ലോഗ്. ഗേസ് ഞാൻ രാവിലെ തന്നെ ഉറക്കം എണീറ്റു ഗേസ്. നമുക്കിനി പോയി സ്വിമ്മിംഗ് പൂളിൽ കുളിക്കാം ഗേസ്. ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ ഗാരേജ് പണിനെയാണ് ഗേസ്. ഇതിൻ്റെ മണ്ടയിൽ കൂടെ വലിഞ്ഞേറി അപ്പുറത്ത് പോകണം ഗേസ്. പക്ഷെ ഇവിടുന്ന് വലിഞ്ഞേറാൻ നിന്നിട്ട് നടക്കൂ തോന്നുന്നില്ല ഗേസ്. ഞാൻ വീട്ടിൻ്റെ മണ്ടയിലെത്തി അറിയാതെ. ഇവിടുന്ന് വലിഞ്ഞേറിയാൽ നടക്കൂല. അന്നേരം നമുക്ക് അങ്ങേയറ്റത്തുനിന്ന് വലിഞ്ഞേറാം. ഞാൻ ഇവിടെ എത്തിയത് അങ്ങേയറ്റത്തുനിന്ന്. എപ്പോഴും ഞാൻ അങ്ങനെ ചെയ്തത്. ഈ ഗരേജൊക്കെ പണിഞ്ഞിട്ട് ഒത്തിരി നാളായി, പക്ഷേ വീഡിയോ ഒന്നും ഇടാനൊന്നും പറ്റിയില്ല. ഇപ്പം ഞാൻ അതുകൊണ്ട് എടുക്കുവാണ് ഗീസ്. ഇവിടുന്നാണ് ഞാൻ സത്യത്തിൽ വലിഞ്ഞേറുന്നത്. ഇവിടെ തന്നെ എത്തിയല്ലേ, നമുക്കൊന്നും കൂടി വലിഞ്ഞേറിയോ? വീട്ടിൻ്റെ കൊണ്ടേ എത്തുവാന്നില്ല. അവിടെ ആ വീട്ടിൻ്റെ കൊണ്ടയിലൊന്നും ഒത്തുന്നില്ല. ആ ഗേസ് വീട്ടിൻ്റെ പണിവാളി ഗേസ്. നമുക്കിനി ലാൻഡ് ചെയ്യണമെങ്കിൽ വല്ല വരി നോക്കിയേ പറ്റൂ. ഇവിടെ നിന്ന് എടുത്ത് ചാടിയ ഇതിനകത്ത് തല ഇടിച്ച് പൊട്ടി ഞാൻ താഴെ വീഴും. പക്ഷെ ഞാൻ അറിയാതെ ചാടിപ്പോയി. ഇനിയിപ്പോൾ ഇവിടുന്ന് നടന്ന് അങ്ങോട്ടൊരു ചാട്ടം ചാടണം. പക്ഷെ ഇച്ചിരി ഉയരം ഒന്ന് കുറയ്ക്കാൻ, ഇല്ലെങ്കിൽ അന്നേരം ഞാൻ ചാവും. വേസ്റ്റഡായ പണിയാണ് കേസ്. ഇപ്പം ആ ഉയരത്തിൽ നിന്ന് ചാടിയാണെങ്കിൽ ഞാൻ വേസ്റ്റഡായി പോയേനെ കേസ്. ഇങ്ങനെയൊക്കെയാണ് ഞാൻ പുറത്തിറങ്ങുന്നത് യെസ്. ഞാൻ ഒന്ന് പോയി കുളിക്കട്ടെ നല്ലോണം ഗേസ്. എൻ്റെ ഇപ്പം 4 വണ്ടിയുണ്ട് കേട്ടോ. അങ്ങനെ ഒരു കുളി അങ്ങ് കഴിഞ്ഞു. എന്താ സുഖ കുളിച്ചപ്പം. ഞാൻ ഒരു മാജിക് ഫോൺ കിട്ടിയ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. അതിന് ഇടാൻ മറന്നുപോയി. ആ മാജിക് ഫോണിൽ കൂടെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടമുള്ള ഉടുപ്പിടാം. ക്യാപ്പ്, ഗ്ലാസ്, എനിക്ക് ഇതാണ് ഇടുന്നത് കേസ്. ആ മാജിക് ഫോണിൽ കൂടെ നമുക്ക് എന്ത് വണ്ടികൾ വേണമെങ്കിലും അടിക്കാം. ഹെലികോപ്റ്ററിൻ്റെ നമ്പർ എനിക്ക് ഇത്രയാണ് കിട്ടിയത്. ഈ 4 വണ്ടിയുടേതേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. ഹെലികോപ്റ്ററിൻ്റെ നമ്പർ 8000 ആണ്. കേസ് ഇനി ലാൻഡ് കാണാൻ എന്താണെന്ന് വെച്ചാൽ ഇച്ചിരി ഫ്രണ്ടിലോട്ട് എടുത്തിട്ടാവാം ഗേസ്. എൻ്റെ വണ്ടികൾ കണ്ടോ ഗേസ്. ഡിഫൻഡറിൽ നിന്ന് തന്നെ തുടങ്ങാം പടം കാണിച്ച്. ഞാൻ മോഡിഫൈഡ് ചെയ്തതാണ് ഗേസ്. ഈ ഡിഫൻഡറിൻ്റെ ബാക്കിൽ ആംബുലൻസിൻ്റെ എന്തിനാണ് വല്ല എമർജൻസി കേസ് വന്നാൽ ഡിഫൻഡർ ആയിരിക്കും ബെസ്റ്റ്. അതുകൊണ്ടാണ് ഗേസ്. പിന്നെ ഹമ്മറിൽ ചിഹ്നം ഒന്ന് നോക്കിയ ഫ്രണ്ടിലെത്താൻ നമ്മളെ നെയ്മറിൻ്റെ ആണ്. പിന്നെ ഇങ്ങോട്ട് മെക്ലാറനിലോട്ട് വന്നാൽ നെയ്മറിൻ്റെ ഒത്തിരി കുഞ്ഞു പടങ്ങൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഞാൻ മോഡിഫിക്കേഷൻ ചെയ്ത് അങ്ങനെയാണ് യെസ്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വന്നാൽ GTA-ൻ്റെ അടുത്ത് വന്നാൽ യെസ്, ഞാൻ മനസ്സിലായ പാട്ടിൽ ആ നടൻ്റെ അവർ നിൽക്കുന്ന ഫോട്ടോ ആണ് യെസ് ഞാൻ മോഡിഫൈ ചെയ്തേക്കുന്നത് യെസ്. നിങ്ങൾക്ക് ഇഷ്ടമായോ? കമൻറ്റിൽ കൂടെ അറിയിക്കണം. ഞാൻ ഈ വണ്ടിയാണ് ഇന്ന് എടുക്കുന്നത്. നമുക്ക് പുറത്തൊക്കെ പോയി കറങ്ങാം. നമുക്ക് ഇറങ്ങാം. നമുക്ക് നേരെ നമ്മളെ സ്റ്റേഷനിലോട്ട് ഫ്രണ്ടിൽ വരെ മനസ്സിലായോ? അവരുടെ പടം ഫ്രണ്ടിൽ വരെ കണ്ട. നമുക്ക് വണ്ടി ഇങ്ങനെ നിർത്താം തൽക്കാലം. ഞാൻ ഇപ്പം ഇറങ്ങി പോവും. അവൻ്റെ അടുത്ത് ഇന്ന് നീ മാത്രമേ വന്നോളൂ എന്നൊന്ന് ചോദിക്കാം. ഇന്ന് നീ മാത്രമേ വന്നോളാടാ. ആ സാറേ, ഇന്ന് ഞാൻ മാത്രമേ വന്നോളൂ. ബാബു ശരി. അല്ല സാറ് ഏത് വണ്ടിയിലും വന്നാ? കിടിലം വണ്ടിയല്ലേ സാറ്. പുതിയ വണ്ടി എടുത്താ മോഡിഫൈ ഒക്കെ ചെയ്തിട്ടുണ്ടല്ലേ? അതേടാ ബാബു, ഞാൻ എടുത്ത് പുതിയ വണ്ടി. ശരി സാറേ. എടാ ബാബു, പിന്നെ വല്ല ക്രിമിനലിനെ കിട്ടിയ? ഇല്ല സാറേ ഇല്ല. ഒരു വഴിയുണ്ട്. ഞാൻ
മന്ത്രം കാണിച്ചത് ഗീസ്. എൻ്റെ മാജിക് ഫോൺ കൊണ്ട് ഇതിനകത്തൊരു ക്രിമിനലിനെ നമുക്ക് ഇടാം. എൻ്റെ മാജിക് ഫോണിൽ ക്രിമിനലിൻ്റെ നമ്പർ എനിക്കറിയാം. ഗേസ് താണ്ട ഗേസ്, ഒരു ക്രിമിനൽ എത്തി. അയ്യോ, ഞാനെങ്ങനെ ഇവിടെ സെല്ലിലെത്തി? അത് സാറല്ലേ നിൽക്കുന്ന? സാർ എന്ത് പണിയാ കാണിച്ചാൽ? ഞാൻ അവിടെ ബാങ്ക് കൊള്ളയടിച്ചുകൊണ്ടിരുന്നതല്ലേ. എടാ, എനിക്കറിയാമായിരുന്നു. ഞാനത് പറയത്തില്ല ഗേസ്. ഇവന്മാരുടെ അടുത്തൊന്നും പറഞ്ഞാൽ ശരിയാകത്തില്ല. വീട്ടിൽ കയറി കൊല്ലയെടുത്തു. ഇവന്മാർ അത്രയ്ക്ക് സീനാണ്. സാറേ ഒന്ന് നിന്നെ. എന്താടോ ബാബു? സാറേ, അതിനകത്ത് എങ്ങനെ ക്രിമിനൽ വന്ന്? ആക്കെ ഉണ്ടാ ശരിയെങ്കിൽ സാറേ. ഗീസ്, എന്തായാലും ഇന്ന് നല്ലൊരു ഡേ ആണ് ഗീസ്. നമുക്ക് വണ്ടി എടുത്ത് നേരെ കറങ്ങാൻ പോകാം. ഗീസ്, നമുക്ക് ബീച്ചിലോട്ട് പോയാലാ? നമ്മളെ വണ്ടിക്ക് കുഴപ്പമില്ല. അതൊക്കെ ഞാൻ പൈസ ഫയർഫോഴ്സിൻ്റെ ജോലി, ആംബുലൻസിൻ്റെ ജോലി. അതുകൊണ്ടാണ് ഒരു വണ്ടി ആംബുലൻസ് ഇവിടെ ചെന്ന് നമുക്ക് നേരെ പോയി ഒന്ന് കുളിക്കാം. അല്ലേ, നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് കുളിച്ചായിരുന്നു. നമുക്ക് കാലൊന്നും നനയ്ക്കാം. ഇച്ചിരി കൂടെ എന്നാണ്. ഇത്ര മതി. എന്തോ സുഖം. നമുക്കിനി പോവാം. നിങ്ങളെൻ്റെ വണ്ടി കണ്ടോ? നിങ്ങൾക്ക് എൻ്റെ വണ്ടി ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇന്ന് ഞാൻ വീഡിയോ ഉദ്ദേശിച്ചത് എല്ലാ വണ്ടിയും ഒന്ന് ഓട്ടിച്ച് കാണിക്കണമെന്നായിരുന്നു. പക്ഷെ ഞാൻ അറിയാതെ ഈ പെട്ടെന്ന് നേരെ പറഞ്ഞു. അതുകൊണ്ട് പെട്ടെന്ന് വീട്ടിൽ പോയിട്ട് ഞാൻ മറ്റേ മെക്ലാറനൊക്കെ ഓട്ടിച്ച് കാണിക്കാം. നമുക്ക് ഷോർട്ട്കട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ആവശ്യമൊന്നും നമ്മളെ വളവാണ്. ഈ വളവ് കഴിഞ്ഞാൽ പിന്നെ നേരെ പോയി വീട്. നമ്മളെ വീട് അല്ല ഗേസ്, എനിക്കൊരു ഡൗട്ട്. കേസ് പോലീസായി, പക്ഷെ പണി പാടും അല്ല കേസ്. 1 സെക്കൻഡ്, വണ്ടി ഒന്ന് നിർത്തിയാൽ മതി. കേസ്, നമുക്കേ ഒന്ന് ഇറങ്ങി അയാൾ എവിടെ കണ്ടു പറ്റിയുണ്ടെങ്കിൽ ഒന്ന് നോക്കാം. കേസ് ബോധം പോയി കിടക്കുവാണോ കേസ്? ഇത് കഴിഞ്ഞ ദിവസം ജയിലിൽ അടിയാനല്ലേ മോനിവിടെ സുഖിച്ച് കിടക്കുമായിരുന്നില്ലേ? എന്നാലും എൻ്റെ വണ്ടി കൊണ്ട് തട്ടി ബോധം പോയത് നന്നായി. നിനക്ക് ബോധം വന്ന് നോക്കുമ്പോൾ നീ സ്റ്റേഷൻ്റെ സെല്ലിൻ്റെ അകത്താണ് കേസ്. എൻ്റെ വണ്ടി എന്തൊരു കിടുവാണ് കേസ്. എൻ്റെ വണ്ടിയാണ് ചാടിയവനെ നോക്കാൻ പറ്റും. അവൻ ബോധം വരുമ്പോൾ എന്തായാലും സെല്ലിൽ കാണും. ഞാനേ സോഹിത്തിനെ ഒന്നും രാഹുലിനെ ഒന്നും എടാ രാഹുലെ പിന്നെ അവനെ കിട്ടിയിട്ടുണ്ട് ഇന്നലെ ചാടിയാൻ. അവനെ പിടിച്ച് സെല്ലി ഇട്ടേക്കണേ. എൻ്റെ വണ്ടി അറിയാതെ ഒന്ന് തട്ടി പോകുന്നു. ശരിടാ, രാഹുലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവൻ ഞാനിപ്പോ കണ്ടതാണ്. നേരത്തെ ഞാൻ ജയിലിൽ നമുക്ക് രാഹുലിനെ വിളിച്ചു പറയേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ മറ്റവനെ തൂക്കി എടുത്തിടാൻ വരുമ്പോഴത്തേക്ക് ഇവനെ കാണാം. അന്നേരം ഇവനെ
വീഡിയോയുടെ ലെങ്ത് കൂടുന്നതുകൊണ്ട് ഞാൻ ഓട്ടിച്ച് കാണിക്കാൻ ഡിഫൻഡർ നമ്മളെ നെയ്മറിന്റെ ചിഹ്നമൊക്കെ ഉള്ളത്. നെയ്മറിന്റെ ഉടുപ്പില്ലേ, ഇല്ല കറുത്ത ഉടുപ്പ്, ഫുട്ബോൾ കളിക്കുന്ന അതിന്റെ ചിഹ്നം ഉള്ളതാണ് ഡിഫൻഡർ ഞാൻ മോഡിഫൈ ചെയ്തത്. ഡിഫൻഡിന്റെ ഉൾഭാഗം കണ്ട, ഉൾഭാഗം അത്ര മോഡൽ അല്ലെങ്കിൽ നമ്മുടെ പോലീസ് സ്റ്റേഷൻ അവിടെ വരെ ഏതോ ഒരു വണ്ടി കഴിഞ്ഞ ദിവസം ആക്സിഡന്റ് ആയതാ. ഞാനത് ഇവിടെ അറിയിച്ചു ഇതാക്ക് തോന്നി ഇരിച്ചാലേ അതോ അങ്ങനെ ഞാൻ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് കുഴപ്പമില്ല, മെക്കൊക്കെ കുഴപ്പമില്ലാതെ ഇരിക്കുക. പക്ഷെ ഒരെണ്ണം കുഴപ്പമില്ല. മനസ്സിലായോ എന്ന് നിങ്ങളടുത്ത് ചോദിച്ചല്ല, മനസ്സിലായ പാട്ടിന്. ഇനിയാണ് നമ്മളെ ഡിഫൻഡർ എന്ന് വെച്ചാൽ ഹോസ്പിറ്റൽ കാർ. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഈ വണ്ടി വാങ്ങിയ കടയുടെ വീഡിയോ ഞാൻ വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം, ഇല്ലെങ്കിൽ ഞാൻ വരുത്തില്ല. ഡിഫൻഡർ ഞാൻ കാണിച്ചു തരാം. ഡ്രിഫ്റ്റ് ചെയ്യാൻ ഹോസ്പിറ്റൽ വണ്ടിയാണെങ്കിൽ ഡ്രിഫ്റ്റ് ചെയ്യാൻ ഹമ്മറേ ഉള്ളൂ. ഹമ്മറൊക്കെ പക്ഷെ വളരെ സിമ്പിളായിട്ട് നമുക്ക് വണ്ടി ഇവിടെ എടുക്കാം. ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എനിക്ക് മാജിക് ഫോൺ കിട്ടുന്ന വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. നെക്സ്റ്റ് വീഡിയോ അതായിരിക്കും ഗേസ്. ഈ മാജിക് ഫോൺ എനിക്ക് എൻ്റെ ചവർ കോട്ടയെന്നാണ് കിട്ടിയത് ഗേസ്. അന്നേരം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണേ. അന്നേരം ബൈ. മനസ്സിലായ പച്ച